ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ നിന്ന് 13 വാക്യങ്ങളിൽ നിന്നായി 25 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ചോദ്യം 1. ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേലാണ് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. 3. 13-ാം അധ്യായം 1-ാം വാക്യത്തിന് സമാനമായ വാക്യം ഏതാണ്? നിയമാവർത്തനം 17:6. 4. പൗലോസ്ലീഹ താക്കീത് നൽകിയത് ആർക്കെല്ലാം? നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. 5. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ താക്കീത് നൽകിയത് ആർക്ക്? കോറിന്തോസുകാർക്ക്. 6. കോറിന്തോസുകാർ ആഗ്രഹിക്കുന്ന തെളിവ് എന്ത്? ക്രിസ്തു വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ സംസാരിക്കുന്നത്. 7. കോറിന്തോസുകാരുടെ ഈ ആഗ്രഹത്തിന് വിശുദ്ധ പൗലോസ്ലീഹായുടെ മറുപടി എന്ത്? വിശുദ്ധ പൗലോസ്ലീഹായുടെ മറുപടി ഇപ്രകാരമാണ്: നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. 8. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. ഇവിടെ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന അവൻ ആരാണ്? ക്രിസ്തു. 9. ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടത് ആര്? ക്രിസ്തു. 10. ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ജീവിക്കുന്നത് ആരുടെ ശക്തിയിൽ? ദൈവത്തിൻ്റെ. 11. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും. അധ്യായവും വാക്യവും എഴുതുക. 13-ാം അധ്യായം 4-ാം വാക്യം. 12. കോറിന്തോസുകാർ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വിശുദ്ധ പൗലോസ്ലീഹ ആവശ്യപ്പെട്ടത്? നിങ്ങളുടെ വിശ്വാസത്തിൽ. 13. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിൽ പരാജയപ്പെട്ടു എന്നാണ് പൗലോസ്ലീഹ കണക്കാക്കുന്നത്? പരീക്ഷയിൽ. 14. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? പൗലോസ്ലീഹ കോറിന്തോസുകാരോട്. 15. കോറിന്തോസുകാരെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രാർത്ഥന എന്ത്? നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. 16. വിശുദ്ധ പൗലോസ്ലീഹായുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും ആരാണ് നന്മ പ്രവർത്തിക്കേണ്ടത്? കോറിന്തോസുകാർ. 17. ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നതെന്ത്? സത്യത്തിനെതിരായി ചെയ്യുന്നത്. 18. പൗലോസ്ലീഹായും കൂട്ടരും സന്തോഷിക്കുന്നത് എപ്പോൾ? ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ. നിങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കോറിന്തോസുകാർ. 19. കോറിന്തോസുകാരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആര്? പൗലോസ്ലീഹായും കൂട്ടരും. 20. കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഇത് പറഞ്ഞത് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. 21 പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ ഡാഷ് ഡാഷ് 2 ഭാഗങ്ങളാണ് വിട്ടുപോയിരിക്കുന്നത്. ആദ്യത്തേത്
വളർത്തിയെടുക്കാനാണ്. രണ്ടാമത്തേത് നശിപ്പിക്കാനല്ല. അപ്പോൾ കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. 22 പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് നൽകിയ ആഹ്വാനങ്ങൾ എന്തെല്ലാം? സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. ഒന്നുകൂടെ പറയാം. സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏക മനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. 23 അന്യോന്യം അഭിവാദനം ചെയ്യേണ്ടത് എങ്ങനെ? വിശുദ്ധ ചുംബനം കൊണ്ട്. 24 വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 25 കോറിന്തോസുകാരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് എത്രാം തവണയാണ്? 3-ാം തവണ. നന്ദി, നമസ്കാരം.